പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നോ? ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? മൂന്നാറിലുള്ള ഒരു ഗാർഡൻ, ഒരു തോട്ടമാണിത്. ഇവിടെ ഭംഗിയുള്ള ധാരാളം പൂക്കളുണ്ട്. ഇത് മലമുകളിലായതുകൊണ്ട് ഈ ക്ലൈമറ്റിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നു. ഇതിനെ നന്നായി പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഇന്നെന്നെ ആശംസിച്ച് പ്രാർത്ഥിക്കണം. എന്താണെന്നോ, ഇന്നാണ് എന്റെ പിറന്നാൾ. നിങ്ങളുടെ പിറന്നാളോ എന്ന് വിചാരിക്കുകയാണോ? അതെ, ആത്മീക ജീവിതത്തിൽ ഞാൻ ജനിച്ച ദിവസം. അതായത് പാപത്തീന്ന് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദിവസം. യേശുവിൽ ഞാൻ പുതിയതായി വീണ്ടും ജനിച്ച ദിവസം. 1972 വർഷം മാർച്ച് മാസം 18 തീയതി അതിരാവിലെ യേശു എന്നെ സമീപിച്ച് എന്നെ പാപത്തിൽ നിന്നും വിടുവിച്ച് രക്ഷയുടെ സന്തോഷം തന്നു. രാത്രി മുഴുവനും എന്റെ പാപമേറ്റുപറഞ്ഞ് എന്നോട് ക്ഷമിക്കണം, എന്നെ അങ്ങയുടെ മകനായി ഏറ്റെടുക്കണം, എന്റെ ജീവിതം മാറ്റണമെന്ന് രാത്രി മുഴുവനും കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിരാവിലെ 4 മണിക്ക് യേശു എന്നെ സമീപിച്ച് എന്റെ പാപത്തിൽ നിന്നും എന്നെ വിടുവിച്ചതും സമാധാനം തന്ന് എന്നെ അനുഗ്രഹിച്ചതും എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. ആ ദിവസം മുതൽ ഈ കാലം വരെ ദൈവം എന്നെ അത്ഭുതകരമായി സംരക്ഷിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. അന്ന് തന്ന രക്ഷയുടെ സന്തോഷം ഇന്നുവരെ എന്റെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ജനിച്ചൊരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങളും വീണ്ടും ജനിക്കണം. പാപത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്നതാണ് വീണ്ടും ജനിക്കുന്ന ദിവസം. ഈ അനുഭവം നിങ്ങൾ തീർച്ചയായും നേടിയിരിക്കണം. അപ്പോഴേ ദൈവമക്കളാകൂ, അപ്പോഴേ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കൂ. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്ന ദിവസമേ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെടൂ. എന്റെ പേര് ജീവപുസ്തകത്തിലുണ്ട് എന്നുള്ള നിശ്ചയം എനിക്കുണ്ട്. ആ സന്തോഷവും എനിക്കുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ദിവസവും എന്നെ കാത്തുകൊണ്ടിരിക്കുന്നു. ദൈവം എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ യെശയ്യാവ് 41 അധ്യായം 8 മുതൽ 16 വരെയുള്ള വചനങ്ങൾ വാഗ്ദത്തമായി തന്നു. അതിൽ 9 വാക്യത്തിൽ പറയുന്നു, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന്. ഇതാണ് ദൈവം എന്നോട് സംസാരിച്ചത്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു, എന്റെ മകനെ, എന്റെ മകളെ, നീ എന്റെ ദാസൻ, നീ എന്റെ മകൾ, ഞാൻ നിന്നെ വീണ്ടെടുത്തു. നിനക്ക് വേണ്ടിയല്ലേ കുരിശിൽ മരിച്ച് രക്തം ചിന്തിയത്? നീ എനിക്കുള്ളവനാണ്, നീ എനിക്കുള്ളവളാണ്, എന്റെ കുഞ്ഞ് എന്ന് യേശു നിങ്ങളെ നോക്കി സ്നേഹത്തോടെ പറയുന്നു. യേശുവിന്റെ കുഞ്ഞായിരിക്കുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ യേശുവിന്റെ മകനാണ്, മകളാണ് എന്ന് ധൈര്യത്തോടെ പറയൂ. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദൈവത്തെ നോക്കി, ദൈവമേ, ഞാൻ അങ്ങയുടെ മകൻ ഇതാ വന്നിരിക്കുന്നു, അങ്ങയുടെ മകൻ വന്നിരിക്കുന്നു എന്നാണ് പ്രാർത്ഥിക്കാറ്. ദൈവം ഒരു കുഞ്ഞിനോട് സംസാരിക്കുന്നത് പോലെ ഇടപെടും. ആ അനുഭവത്തിൽ പ്രവേശിച്ചാൽ അതാണ് മനോഹരമായ അനുഭവം. അതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം വെറും സംസാരത്തിലല്ല, വെറും പാരമ്പര്യത്തിലല്ല, അനുഭവത്തിലുമല്ല. എക്സ്പീരിയൻസ് വിത്ത് ഓൾമൈറ്റി ഗോഡ്. ദൈവവുമായുള്ള അനുഭവം, യേശുവുമായുള്ള അനുഭവം. നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, എനിക്ക് ആ അനുഭവം വേണം. വീണ്ടും ജനിച്ച അനുഭവം, രക്ഷിക്കപ്പെട്ട അനുഭവം. എന്റെ പാപം ക്ഷമിച്ചെനിക്കൊരു പുതിയ ഹൃദയത്തെ തരയണമേ, രക്ഷയുടെ സന്തോഷത്തെ തരയണമേ എന്ന് ചോദിക്കൂ. ഇന്നിപ്പോൾ നിങ്ങൾക്കത് നേടാൻ സാധിക്കും. ഹൃദയത്തിൽ കൈവച്ച് എന്റെ ഉള്ളിൽ വരയണമേ, പാപത്തെ ക്ഷമിക്കണമേ, ഈ അനുഭവം എനിക്ക് തരയണമേ എന്ന് ചോദിക്കൂ. പിതാവേ, ഓരോ മകനും ഓരോ മകളും യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് അങ്ങയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ, അവരുടെ ഉള്ളിൽ ഈ രക്ഷയുടെ സന്തോഷം ഉണ്ടാവട്ടെ. വീണ്ടും ജനിച്ച അനുഭവം ഉണ്ടാവട്ടെ. സമാധാനവും സന്തോഷവും കൊണ്ട് അനുഗ്രഹിക്കണമേ. നീ എന്റെ മകനും മകളുമാണെന്ന് അരുളേണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ